FSK മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പടുതാക്കുളം ചെയ്യുന്നവർ അല്ലെങ്കിൽ അക്വേറിയം ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. pH എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഹൈഡ്രജൻ, അതായത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് pH എന്നുള്ളത്. അപ്പോൾ അത് കണക്കാക്കുന്നത് 0 മുതൽ 14 വരെയാണ്, 0 to 14. 0 മുതൽ 6 വരെ ആസിഡും 8 മുതൽ 14 വരെയുള്ളത് ആൽക്കലിനിറ്റിയും. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 7 ഇന്ന് വിപണിയിൽ ഈ pH ചെക്ക് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രിപ്പ്. അതല്ലാതെ ഇത് ചെക്ക് ചെയ്യുന്ന മീറ്റർ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇതുപോലത്തെ സൊല്യൂഷൻസ് ഉണ്ട്. ഈ സ്ട്രിപ്പിൻ്റെയും അതുപോലെ ഈ മീറ്റർ അതൊക്കെ നമുക്ക് ആമസോണിലും ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ മീറ്ററിനൊക്കെ നമ്മൾ pH ചെക്ക് ചെയ്യുന്ന മീറ്ററിന് 700 അല്ലെങ്കിൽ 500 ഒക്കെ വിലയാണുള്ളത്. സ്ട്രിപ്പിന് 195 അല്ലെങ്കിൽ 200-250 രൂപ വിലയുള്ളതാണ്. പക്ഷേ വളരെ പ്രചാരത്തിലുള്ളത് ഇങ്ങനത്തെ സൊല്യൂഷൻസാണ് ഉള്ളത്. ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് പല കമ്പനിയുടെ ഉണ്ട്, അത് പല റേറ്റാണ്. അത് 80 രൂപ മുതൽ 220 രൂപ വരെ ഉള്ളതുണ്ട്. വെറും ഈ ഒരു സൊല്യൂഷൻ അല്ല നമ്മൾ വാങ്ങേണ്ടത്. സൊല്യൂഷൻ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ അതിൻ്റെ ഒരു കിറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതേപോലെ ഒരു ടെസ്റ്റ് ട്യൂബ് വേണം. അതുപോലെ തന്നെ നമുക്കിതിന്ന് ഈ സൊല്യൂഷൻ എടുക്കാനുള്ള ഡ്രോപ്പ് ചെയ്യാനുള്ള ഇങ്ങനത്തെ ഒന്നും കൂടെ. ഇതിനിപ്പോൾ എനിക്ക് ചിലവായത് 115 രൂപയാണ് ഈ കിറ്റ് അടക്കം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇതിൻ്റെ pHൻ്റെ അളവ് ഇതിൽ തന്നെ ഉണ്ടാവും. അത് പല കമ്പനിക്കും പല രീതിയിലായിരിക്കും. ഏതാണോ ആ സൊല്യൂഷൻ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഈ ഒരു കളറിൽ. ഓക്കെ, സ്ട്രിപ്പാണെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഡിജിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിജിറ്റൽ മീറ്റർ ആണെന്നുണ്ടെങ്കിലും അതിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഡിജിറ്റൽ മീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലിബ്രേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഡിജിറ്റൽ മീറ്ററൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കാലിബ്രേഷൻ നമ്മൾ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം ചെയ്യുമ്പോൾ ചെയ്യണം. കാരണം ഇത് കാണിക്കുന്നത് കറക്റ്റാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാലിബ്രേഷൻസൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഡിജിറ്റൽ മീറ്ററുകൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനത്തെ സൊല്യൂഷൻസാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കമ്പനി പറയുന്നത് പ്രകാരം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൽ 5 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് 4 ഡ്രോപ്പാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രകാരം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിലേക്ക് 4 ഡ്രോപ്പ് ഒറ്റിക്കുകയാണ്. 1 2 3 4. ഓക്കെ, 5 ml 4 ഡ്രോപ്പ് ഒറ്റിച്ചു. ബാക്കി വന്ന സൊല്യൂഷൻ ഇതിലേക്ക് തന്നെ ഒഴിക്കുക. കമ്പനി പറയുന്നത് പ്രകാരം ഇതുകൊണ്ട് 100 ടെസ്റ്റിന് മുകളിൽ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നമുക്കങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലുണ്ടാവും. ഇതുമായിട്ട് ഏതാണ് കറക്റ്റ് മാച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ 7 ആണ് ഇതിൽ മാച്ച് ചെയ്യുന്നത്. ഏകദേശം 7.5 ഉണ്ട്. കുഴപ്പമില്ല, കാരണം 7ൻ്റെയും 8ൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ വന്നാൽ മതി. അത് വെച്ച് നോക്കുമ്പോൾ ഇത് 7.5 ആണ്. കുഴപ്പമില്ല. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ pH നമ്മൾ ടെസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി pH കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, pH കുറയുകയാണ് അല്ലെങ്കിൽ 7ൻ്റെ താഴെ പോവുകയാണ്, 6.5 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വെള്ളത്തിൽ ആസിഡിറ്റിയാണ്. നേരെ മറിച്ച് 8ൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ആൽക്കലിനിറ്റിയാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ താഴെ വരികയാണെങ്കിൽ, pH താഴെ വരികയാണെങ്കിൽ 6.5ൻ്റെ ഒക്കെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുമ്മായം അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് കക്ക അല്ലെങ്കിൽ ഡോളോമേറ്റ് ഒക്കെ കലക്കി ഒഴിക്കുകയാണ് വേണ്ടത്. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അതായത് നമ്മളിത് കുറഞ്ഞു എന്ന് കരുതിയിട്ട് കുറച്ച് ബക്കറ്റിലാണ് കലക്കിയിട്ട് നേരിട്ട് അതിലേക്ക് ഒഴിക്കരുത്. നമ്മൾ ആദ്യം ഒരു 10 ലിറ്റർ എടുത്തതിന് ശേഷം അതിലൊന്ന് ഒരു 10 മില്ലിഗ്രാമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഒരു അളവിൽ നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ചെക്ക് ചെയ്യുക ഇതിൽ എത്ര മാറ്റം വരുന്നുണ്ടെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ പോണ്ടിൽ എത്രയാണോ വെള്ളം അതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഈ ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ നീറ്റ് കക്കയുടെ പാർട്സും ഇതൊന്നും ഇതിലേക്ക് വീഴരുത്, അരിച്ചു വേണം ഒഴിക്കാൻ. കാരണം നമ്മളിതെല്ലാം pH എല്ലാം ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ പാർട്സൊക്കെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ മീനിൻ്റെ ഈ എന്താ പറയുക ഷെല്ലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എന്താ പറയുക മീനിൻ്റെ ചെകിളേൻ്റെ ഇടയിലൊക്കെ ഇത് കയറിയിട്ട് അത് പിന്നെ ഫംഗസ് പഴുപ്പൊക്കെ വന്നിട്ട് മീൻ ചാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് അരിച്ചു വേണം ഇതിലേക്ക് ഒഴിക്കാനും. ഓക്കെ, ഇനി നമ്മൾ pH കൂടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. pH കൂടുകയാണെങ്കിൽ ചാണകം കലക്കി ഒഴിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഒരുപാട് അങ്ങ് കൂടുന്നുണ്ട് എങ്കിൽ ഒരു 10 ഒക്കെ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, വിനാഗിരി നമുക്ക് ഒഴിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ എന്തൊഴിക്കുമ്പോഴും ഒരു അളവിൽ വേണം നമ്മൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ചാണകം കലക്കി ഒഴിക്കുന്ന സമയത്ത് അതിൽ അധികം വേസ്റ്റ് വിടാതെ നോക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ അതിൽ പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും വെള്ളം അഴുകിയിട്ട് നമ്മൾ വെള്ളം കേടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചാൽ മതി. അതേപോലെ വാഴപ്പിണ്ടിയൊക്കെ ഇട്ടിട്ട് കുറച്ചാൽ മതി. ഇത് നമ്മൾ രണ്ട് ചെയ്യുമ്പോഴും കൂട്ടുകയാണെങ്കിലും കുറക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെയൊക്കെ എയറേഷൻ ഉണ്ടെങ്കിൽ എയറേഷൻ ചെയ്യണം. എയറേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ നേരെ അങ്ങ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ ഒഴിച്ചിട്ട് ഉച്ചയ്ക്കോ വൈകിട്ടോ നോക്കിയാൽ മതി. ഇനി നമ്മുടെ കയ്യിൽ എയറേഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബക്കറ്റ് കൊണ്ട് നല്ല കുറച്ച് ഹൈറ്റിൽ നമ്മളെ പടുതാക്കുളത്തിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കുക. ഒരു റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട് റൊട്ടേഷൻ നമ്മുടെ വെള്ളത്തിന് റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അങ്ങനെ വേണം ചെയ്യാൻ ഈ എയറേഷൻ ഇല്ലാത്തവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് pH കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.